ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി നിന്നു തിന്നവർ തിമിർക്കവേ ഏതും വിലയ്ക്കാതെ നിന്നു നീ സർവം സഹായാൽ. ഹരിതമൃത കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായൊടുക്കത്തെ ദാഹം. തിരുഹൃദയ രക്തം കുടിക്കാൻ ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചിന്തി. നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നു തീരും മുതിരം അവർ മൂന്തി. ആടിത്തിമിർക്കും തിമിർപ്പുകളിൽ എങ്ങെങ്ങ് ആർത്തലയ്ക്കുന്നു മൃതിതാളം, ആർത്തലയ്ക്കുന്നു മൃതിതാളം. അറിയാതെ ജനനിയെ പരിണയിച്ചുരിയവന തരുണന്റെ കഥയെത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ, വസുതയുടെ വസ്ത്രമുരിയുന്നു. വിപണികളിൽ അവ വിറ്റു മൂന്തുന്നു വിട നഗരം അഴുമുനകൾ തേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാല കുടി നീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു, ആറുകൾ ഒഴുക്ക് തിരയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുലയുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുലയുന്നു. Today I'm here to say a few words about Ozone Day. We celebrate Ozone Day on 16th September every year. The ozone layer exists in the stratosphere of the Earth. The layer, which is made up of 3 oxygen atoms, protects our planet from ultraviolet radiation. These radiations are for all the living organisms since they cause allergies and skin cancer. Humans have always taken nature for granted. We must promote measures to protect the environment. The excessive use of air conditioners, automobiles, and deforestation lead to ecological imbalances, thereby causing depletion in ozone layer. The Earth without ozone layer is like a house without a roof. Thank you. Have a nice day. Hari Om Narayana. I am Sri Lakshmi, our second B. Today, September 16, is the World Ozone Day. Dear friends, do you know about ozone? Ozone layer protects our Earth from the harmful rays of the sun. This ozone layer getting weaker day by day due to air pollution in the environment. We must take measures to protect this layer by reducing air pollution and planting trees. So, dear friends, let us protect the ozone layer and our Mother Earth. Hari Om Narayana.
My name is Muhammad Hafid. I am studying second D. Today is September 16, World Ozone Day. Message on Ozone Day. Ozone is the blanket that is protecting us all, and World Ozone Day is a reminder that it is time to protect that blanket. Thank you. നാം ഓസോൺ ദിനമായി ആചരിക്കുകയാണല്ലോ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 20 മുതൽ 35 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ഓസോൺ പാളി. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുമുള്ള അതിമാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടയുന്നത് ഓസോൺ പാളിയാണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടായിരിക്കുന്ന തന്മാത്രയാണ് ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിലെ ഉയർന്ന സൂര്യതാപം അവിടെയുള്ള ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിച്ച് ഓക്സിജൻ ആറ്റങ്ങളാക്കുന്നു. സ്ഥിരത കുറഞ്ഞ ഈ ഓക്സിജൻ ആറ്റങ്ങൾ അടുത്തുള്ള ഓക്സിജൻ തന്മാത്രയുമായി ചേർന്ന് ഓസോൺ ഉണ്ടാക്കുന്നു. സ്ഥിരത കുറവായ ഈ ഓസോണിൽ അൾട്രാവയലറ്റ് രശ്മി വന്നിടിക്കുമ്പോൾ ഇത് വീണ്ടും ഓക്സിജൻ തന്മാത്രയായും ആറ്റവുമായും വിഘടിപ്പിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മി അതോടെ ഇല്ലാതാവുന്നു. ഇങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന 95% അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളി ഇല്ലാതാക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് കുറയുന്നതാണ് ഓസോൺ സുഷിരമായി കണക്കാക്കുന്നത്. ഓസോൺ ശോഷണത്തിനു കാരണമാകുന്ന പ്രധാന രാസപദാർത്ഥങ്ങളിൽ ഒന്നാണ് CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. റെഫ്രിജറേറ്റർ, ശീതീകരണ ഉപകരണങ്ങൾ, എയർ കണ്ടീഷണറുകൾ, എയറോസോൾ തുടങ്ങിയവയിൽ നിന്നാണ് പ്രധാനമായും CFC പുറത്തു വരുന്നത്. CFC അന്തരീക്ഷത്തിലെത്തിയാൽ ഇവയിലെ ക്ലോറിൻ ഓസോണിനെ വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഓസോൺ വലയം ശോഷിച്ച് അതിൽ വിടവുകൾ ഉണ്ടാകുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുകയും ഇത് ജീവജാലങ്ങളുടെ നാശത്തിനു കാരണമാകുകയും ചെയ്യുന്നു. ഓസോൺ സംരക്ഷണ പ്രവർത്തനത്തിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. നിലവിൽ 197 രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം. നന്ദി, നമസ്കാരം. Today I am going to say a few words about World Ozone Day. World Ozone Day has been celebrated since 1994 and established by an UN General Assembly. The day is mainly instituted to spread awareness of the depletion of the ozone layer and search for solutions to preserve it. People from all over the world are expected to gather in Montreal on September 16 to join the talks and seminars. The weakening of the ozone can cause skin cancer. The ozone layer prevents most harmful light, harmful alternative
alternative light from passing through the Earth's atmosphere. The ozone layer asks us a shield to protect the Earth. This day we must spread awareness about ozone depletion. Thank you. Krishnan of 4th B. Today I am going to say a few words about World Ozone Day. World Ozone Day is observed around the world every year on 16th September. In 1994, the UN General Assembly is proclaimed 16th September, then the National Day for the Preservation of the Layer. Ozone depletion and the ozone hole have generated worldwide concern over increased cancer risk and other negative effects. Without the layer of the ozone in the atmosphere, it would be very difficult for anything to survive on the surface. The ozone layer acts as a shield to absorb the ultraviolet rays and keep them from doing damage at the Earth's surface. All the people must protect the ozone layer for future generation. Thank you. Have a nice day. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്തൻ പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്തൻ പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇനി
വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? I am Kritik of 4th B. Today I am going to say a few words about World Ozone Day. World Ozone Day is celebrated on 16 September every year. In 1994, September 16th was designated as World Ozone Day by UN General Assemblies. Since then, 16th September is celebrated as World Ozone Day each year. World Ozone Day marks the importance and role of the ozone layer in the environment. On this day, numerous activities and programs are being held in order to spread awareness about the importance of ozone layer and also the depletion of ozone layer and how to protect it. All the people of the world must continue to protect the ozone layer for future generations. ഒരു കൂടെയുണ്ട് മാനം നീളെ കൂടെയുണ്ട് ഓസോൺ പാളി എന്നതിനെ വിളിച്ചുകൊള്ളൂ. ഭൂമിക്കൊരു കൂടെയുണ്ട് മാനം നീളെ കൂടെയുണ്ട് ഓസോൺ പാളി എന്നതിനെ വിളിച്ചുകൊള്ളൂ. സൂര്യൻ നൽകും വെളിച്ചത്തെ ജീവന്റെ തുടിപ്പിനായി ശുദ്ധമാക്കി തീർത്തിടുന്ന മാന്ത്രികക്കൂടാ. സൂര്യൻ നൽകും വെളിച്ചത്തെ ജീവന്റെ തുടിപ്പിനായി ശുദ്ധമാക്കി തീർത്തിടുന്ന മാന്ത്രികക്കൂടാ. കേവലം കൂടെയല്ലിത് ധരണിയെ കാത്തിടുന്ന ജീവന്റെ പൂതപ്പാണതെന്നോത്തുകൊള്ളുവിൻ. കേവലം കൂടെയല്ലിത് ധരണിയെ കാത്തിടുന്ന ജീവന്റെ പൂതപ്പാണതെന്നോത്തുകൊള്ളുവിൻ. മർത്യൻ തന്റെ ചെയ്തികളാൽ ഓസോൺ ശോഷണവും വന്നു ഭൂമി ചുട്ടു പൊള്ളിടുന്നു ജീവിതം ക്ലേശം. മർത്യൻ തന്റെ ചെയ്തികളാൽ ഓസോൺ ശോഷണവും വന്നു ഭൂമി ചുട്ടു പൊള്ളിടുന്നു ജീവിതം ക്ലേശം. ഇനിയൊട്ടും നേരമില്ല എന്തിനി വൈ. Hariom Narayana. The slogan of the day, Ozone for Life, reminds us ozone layer is crucial for our life on Earth
and we must continue to protect the ozone layer for our future generations also. The theme of this year, a healthy atmosphere, the future we want. The International Day for the Preservation of Ozone Layer is observed on 16 September every year since 1995. This date has been chosen by the United Nations General Assembly in its resolution to remember the signings of Montreal Protocol in 1987. The ozone layer is a natural part of our atmosphere. It acts like a protective sunscreen by blocking the ultraviolet rays from the sun. Certain chemicals such as CFC, HCFC and halogens can make holes in the ozone layer. These can make holes from the layer and allow more ultraviolet rays to reach the Earth's surface. As a result of ozone depletion, there will be increase in Earth's temperature, melting of glacier, cancerous diseases, rise in the ocean level and many more. Thank you. Have a nice day. Hariom Narayana. There are many and simple ways in which we can save our ozone layer. Avoid buying and using of aerosols and spray mix of CFC. Choose to buy a refrigerator or AC without CFC. Buy energy-saving bulbs and gadgets. Use alternative means of transport, buses, bicycles, or simply just walk or carpool. Follow 4Rs policy. Reduce, reuse, refuse, and recycle things at home and school. Avoid using fire extinguishers which can destroy the ozone layer. All of this can contribute the protection of the environment. Before demanding government to implement policies to save our ozone layer, let's start ourselves to do something for the environment. Lastly, this well-known phrase, any long trip begins with our first step. Be a part of everyday life in creating a sustainable Earth. Thank you for listening. If I ruled the world, I would make sure that all seniors would have a great life and not want for anything. Just the joy of making them happy. If I ruled the world, I would make sure that a child is never abused or hurt. They would be able to enjoy their childhood and not have to worry about anything. Just be happy. I would make sure that no one goes hungry. There would be enough food for second, maybe third helpings. I would make sure that the ozone layer is repaired. It protects the earth from the sun's rays and extreme heat, so that the earth would not catch fire. If I ruled the world, these are the some things that I would do. മണ്ണൊക്കെ വിറ്റു വിഷം കലർത്തി വെള്ളം വിഷം പുകവായു വിഷം കടലും വിഷമയമാക്കി നമ്മൾ ഒരു തുള്ളി വെള്ളമില്ലാത്ത കാലം അരുമയാം മക്കളെ കാത്തിരിപ്പൂ നേരമില്ലൊട്ടുമേ നേരമില്ല ജീവന്റെ നന്മയെ വീണ്ടെടുക്കാൻ അതിനുള്ള പടയൊരുക്കത്തിനിപ്പോൾ നമ്മളല്ലാതെ I speak about the ozone layer. The theme of the year is a healthy atmosphere, the future we want. The International Day of the Preservation of Ozone Layer is observed on 16 September every year since 1995. Ozone is trioxygen inorganic molecule having pale blue color and pungent smell. It is protecting the earth. We use the chemicals and the gases, fridge, CFL lamp, all are creating chlorofluorocarbon that is spoil the earth. People should also take measures to save the world. അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. ഓസോൺ എന്നാൽ ഭൂമിയുടെ ജീവൻ കാക്കുന്ന കുട.
സെപ്റ്റംബർ 16th ഓസോൺ ഡേ. ഭൂമിയിൽ കൂടിയാണ് ഓസോൺ പാളി. ഇത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് വരുന്ന കെമിക്കൽസ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓസോൺ പാളിയെ സംരക്ഷിക്കണം. നല്ലൊരു ഓസോൺ പാളിക്കായി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. Today, I would like to say a few words about ozone layer. The theme for this year says the atmosphere, the future we want. The International Day for the Preservation of the Ozone Layer is observed on 16 September every year since 1995. This date has been chosen by the United Nations General Assembly in its resolution to remember the signing of Montreal Protocol in 1987. The ozone layer is a part of our atmosphere. It acts like a protective sunscreen, blocking harmful ultraviolet rays from the sun. Certain chemicals such as CFCs, HCFC, and halons can damage the ozone layer. This can cause holes to form in the ozone layer and allow ultraviolet rays to reach the surface. As a result of ozone depletion, there will be increase in as temperature, melting of glaciers, cancer diseases, rise in the level of ocean and minimum. Our Queen Ali Jacinth-Pema, the ozone diplomat of Bhutan, still working very hard to have a well-protected ozone layer. Therefore, fulfilling Her Majesty's dreams of keeping the ozone layer safe, there are many simple ways which we can save the ozone layer. Avoid buying and using aerosols and sprays. Avoid using fire extinguishers which may destroy the ozone layer. Choose to buy a refrigerator or AC without CFCs. Follow for and reduce, refuse and recycle things at homes and schools. Buy energy saving gadgets and bulbs. Using alternative transport buses and bicycles, and simply walk or carpool. All of us can contribute to the protection of our environment. Before demanding the politicians to implement policies to protect the ozone layer, let's begin something to do for the environment. Lastly, do with the phrase, any wrong trip begin with the first step, be a part of our everyday life. Thank you for listening. Every year, September 16 is celebrated as the International Day for the Preservation of the Ozone Layer. Ozone is made up of 3 atoms of the oxygen and is present in the stratosphere. It protects us from ultraviolet rays of the sun. I am Lakshmi. I am studying second standard. Ozone layer in the Earth's stratosphere at an altitude of about 10 kilometers, containing a high concentration of ozone, which absorbs most of the ultraviolet radiation reaching the Earth from the sun. My name is Ansi. I am studying second B. Today is World Ozone Day. I would like to say 3 points about ozone. Ozone protects our Earth from sunrise like umbrella. Carbon dioxide and carbon monoxide is 2 danger gases. These gases harmful to ozone. So we all try to take care of ozone. World Ozone Day is celebrated on 16th September in every year. It is celebrated to spread awareness of ozone depletion. Ozone layer is present in stratosphere. It saves the Earth from sun's harmful UV rays. Without ozone layer, sun's harmful UV rays cause skin cancer and affect the plants. Holes in ozone layer are caused by air pollution. So we should plant more trees and to protect the ozone layer. Thank you. My name is Tejasmi. I am studying in second standard B. September 15, World Ozone Day. Protect ozone layer, save life on Earth. Thank you. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. സേവ് ദ ഓസോൺ, സേവ് ദ എർത്ത്. Hariam Narayana. I am Ashim Minesh of 6th B. Today is World Ozone Day. On the occasion of International Ozone Day, we pledge to make effort for the preservation of the ozone layers. We further resort to the ozone-friendly citizens and promotes use of ozone-friendly goods and services. We should make effort to restrict and control the emission of ozone-depleting substances to the atmosphere and
protect and save all forms life on the earth. We hereby pledge to protect the mother earth and conserve the natural resources for the further generation. Thank you. Respected teachers and my dear friends, I am Ashujit, studying 4th. We all know September 16 is celebrated as World Ozone Day. World Ozone Day marks the importance and role of ozone layer in the environment. Thank you. Stay safe. A very happy good morning to you all. I am Nakshatra, studying in class 4th. Do you know September 16 observed as World Ozone Day? Today I am here with you to share something about ozone layer depletion and its consequences. Do you know what is ozone layer depletion? It is the thinning of the upper atmosphere. It is very harmful for the nature and the atmosphere. It is the major problem of all the living beings. Friends, you know what are the harmful effects of the ozone layer depletion? Damaging skin cells, aging of the skin, cause various types of cancer, cataract, etc. etc. I hope you got a small idea of ozone layer depletion and its consequences. So, we should avoid the activities that cause ozone layer depletion. Okay friends, I am going to wind up my words. Thank you. Hari Om Narayana. World Ozone Day is celebrated on 16th September every year. In 1994, 16th September was designated as World Ozone Day by United Nations General Assembly. Since then, 16th September was celebrated as World Ozone Day. World Ozone Day marks the important role of ozone layer in the environment. On this day, numerous activities and programs are being held in order to spread the awareness of importance of ozone layer and depletion of ozone layer and how to protect it. Ozone is a trioxygen inorganic molecule having the pungent smell and it is pale blue color. The formula for ozone is O3, which means trioxygen. The ozone layer around the earth also protects the earth from ultraviolet rays which are very harmful and dangerous. But nowadays, the excessive use of chlorofluorocarbons in our daily life, the ozone layer is depleting, which may harm our earth, and therefore we all have a negative impact in our life. All the people of the world must collectively take the promise and protect the earth from the harmful rays which are very dangerous and harmful to us. Thank you. Hari Om Narayana. My name is Hamya. I am studying 4B. Today is September 16th, World Ozone Day. Message on Ozone Day. Ozone is the blanket that is protecting us all at World Ozone Day. Is a reminder that it is time to protect that blanket. Thank you. Every ozone hole is fed to our soul.